ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ ഈ ഒരു സാരിയാണ് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അംബർല ടോപ്പ് തയ്ക്കാം. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളിലേക്ക് പോകാം. ഞാനിത് രണ്ട് പാർട്ടായിട്ടാണ് ഇടാൻ പോകുന്നത്. ചിലപ്പോൾ ഞാനിത് ഒരു വീഡിയോ ആയിട്ടിടും, ചിലപ്പോൾ ഞാനിത് 2 വീഡിയോ ആയിട്ടിടും. കുറച്ച് ലോങ് ആയിട്ട് തോന്നുവാണെങ്കിൽ ഞാനിത് ഇതിൻ്റെ പാർട്ട് 2 കാണും കേട്ടോ. അതിനകത്തായിരിക്കും സ്റ്റിച്ചിങ് വരുന്നത്. അത് അധികം ലെങ്ത് ഒന്നും ഇല്ല, കണ്ടിരിക്കാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇത് എല്ലാം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഈ ഒരു വീഡിയോയിൽ തന്നെ പോകും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാ ഞാൻ ഈ ഒരു സാരി എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ കളറല്ല, എന്തോ ക്യാമറയിൽ കാണുമ്പോൾ ഈ ഒരു കളറായിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ എന്താ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇതൊരു 5 മീറ്ററും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ സാരി. പിന്നെ ഇത് ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഈ ഒരു എക്സാക്റ്റ് കളർ കിട്ടിയിട്ടില്ല, സോ ഞാൻ ഇതെടുത്തു. ഇത് വലിയ കുഴപ്പമില്ലാതെ ഇതിനകത്ത് പോകുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു കളറല്ല, ഇത് കുറച്ചുകൂടി ലൈറ്റാണ്. അപ്പോൾ ഇതുമായിട്ട് ഇത് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാനൊരു 4 മീറ്റർ എടുക്കുന്നുള്ളൂ കേട്ടോ. 4 മീറ്റർ തന്നെ വേണമെന്നില്ല, നമ്മൾക്ക് ഒരുപാട് ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ 4 മീറ്റർ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ന്യൂസ് പേപ്പറിനകത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും വലിയ തുണിയായതുകൊണ്ട് മടക്കുന്നതും എടുക്കുന്നതും ഒക്കെ കാണിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ തുണിയിലേക്ക് മടക്കി ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ മടക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിപ്പോൾ ഒരു സാരി ആയിട്ട് നിങ്ങൾ കരുതുക, എന്നിട്ട് അതിനെ ഒന്ന് 2ആയിട്ട് ഇതുപോലെ മടക്കണം. അപ്പോൾ ഇതിൻ്റെ അറ്റം എല്ലാം ഒരുപോലെ വരത്തക്ക രീതിയിൽ വേണം മടക്കേണ്ടത്. എന്നിട്ട് ഒന്നുകൂടി ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു ഫോൾഡിങ്ങും അതുപോലെ തന്നെ 2 ഓപ്പണിങ്ങും വരുന്നുണ്ട്. മറ്റേ ഭാഗം ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതാ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് അതിൻ്റെ ഈ ഒരു അറ്റത്തേക്ക് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കോണായിട്ടൊന്ന് മടക്കിയെടുക്കണം. സിമ്പിളാണ്. പിന്നെ വലിയ തുണിയൊക്കെ ആകുമ്പോൾ അതിനെ ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് പിടിച്ചൊക്കെ ഇങ്ങനെ എടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നമ്മൾ തറയിലൊക്കെ ഇട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു യോക്ക് പോർഷനും അതുപോലെ തന്നെ ലെങ്ത്തും ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് യോക്ക് പാർട്ടായിട്ട് വരുന്നത്. ഇത് നമുക്ക് എത്രത്തോളം ലെങ്ത് വേണമെന്നുള്ളത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് ഇത് വരുന്നത് കേട്ടോ. ഇങ്ങനത്തെ 2 പീസ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഒരു 1/2 മീറ്റർ സാരിയിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, സ്ലീവ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ബാക്കി വന്ന സാരിയുടെ ഭാഗം ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്, അതായത് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കോണായിട്ടൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ നമ്മൾ കോണായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് യോക്ക് പാർട്ടും അതുപോലെ തന്നെ ലെങ്ത്തും ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം. അപ്പോൾ ഈ ഭാഗത്ത് നമുക്കതിൻ്റെ ഒരു മുകൾ വശത്ത് നമ്മുടെ അരവണ്ണം എത്ര വരുന്നുണ്ടെന്നുള്ളത്, അരവണ്ണമല്ല വേസ്റ്റ് റൗണ്ട് എത്ര വരുന്നെന്നുള്ളത് നോക്കിയിട്ട് അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ 30 അരയാണ് വന്നിരിക്കുന്നത് എൻ്റെ വേസ്റ്റ് റൗണ്ട്. അപ്പോൾ 30 അര കറക്റ്റ് 30 അല്ല 31 അല്ല 30 അരയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനതിന് ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 31ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഞാനൊരു 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം നമ്മൾ. അപ്പോൾ ഞാനിവിടെ 31നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 3.875 അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഞാനൊരു 3.25 ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3.25 ഇങ്ങനെ ഒന്ന് വെച്ച് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ താഴേക്ക് എൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എനിക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 30 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നീളം കൂടിയവരൊക്കെ ആണെങ്കിൽ കുറച്ചധികം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണ് ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുക്കുക കേട്ടോ. യോക്ക് പാർട്ട് കഴിഞ്ഞിട്ടുള്ള ഇറക്കം എടുക്കണം.
അപ്പോൾ ഞാനൊരു 30 ഇഞ്ചിൽ വെച്ച് ഈ ഓരോ സ്ഥലത്തോട്ടും പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെയാണ് അടയാളപ്പെടുത്തി എടുക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഇത്രയും ലെങ്ത്താണ് ഞാൻ എടുക്കുന്നതെന്നുള്ളത് കൊണ്ട് എനിക്കിവിടെ അഡീഷണൽ ആയിട്ടൊന്നും വെച്ച് ചേർക്കുന്നില്ല. കുറച്ചുകൂടി ലെങ്ത് ഉള്ളവർക്കൊക്കെ, അതായത് ഗൗൺ പോലെയൊക്കെ നല്ല ലെങ്തിൽ എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു പീസൊക്കെ വെച്ച് ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ മുകളിലത്തെ ഈ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ആ ലെങ്തിൻ്റെ ആ ഒരു ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 പീസായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 2 പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ബാലൻസ് തുണി, ആ ഒരു തുണിയിൽ നിന്നാണ് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. മുകളിലത്തെ ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്, യോക്ക് പാർട്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ തൽക്കാലം മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് തുണിയും ഞാൻ 4ആയിട്ടൊന്ന് മടക്കിയിട്ട് അത് കോണായിട്ട് വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ കോണായിട്ട് ഇട്ടിരിപ്പുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ എങ്ങനെയാണോ ആ ഒരു മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഇതിനകത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ മുകളിലത്തെ ഭാഗത്ത് നമ്മളൊരു 3.25 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാൻ ആ ഒരു പോയിന്റിൽ വെച്ച് താഴത്തേക്ക് ലെങ്ത്, ഫുൾ ലെങ്ത് എത്ര വേണം എന്നുള്ളത്, ആ ഒരു യോക്ക് പോർഷൻ കഴിഞ്ഞിട്ടുള്ള ലെങ്ത്താണ് കേട്ടോ നോക്കേണ്ടത്. ആ ലെങ്ത് ഇവിടെ ഒരു 30 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഞാൻ ഇതും ആ ഒരു നമ്മൾ മെയിൻ ക്ലോത്തിൽ ചെയ്തതുപോലെ തന്നെയാണ് ഞാൻ ഇതും ചെയ്യുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ 2ആയിട്ട് മടക്കിയിട്ട് അങ്ങനെ ഒരു സെമി സർക്കിൾ ആയിട്ടുള്ളതും നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ കുറച്ചുകൂടി ഒന്നിച്ചിരി ഫ്ലെയറിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാക്കി ഭാഗം നമുക്ക് യോക്ക് പോർഷൻ്റെ ലൈനിങ്ങിനായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ ആ ഒരു ബാക്കി പോർഷൻ ഉണ്ടല്ലോ, ബാലൻസ് വന്ന തുണി, അതാണ് നമ്മൾ യോക്ക് പോർഷനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. എന്നിട്ട് ലൈനിങ്ങിൻ്റെ ബാക്കി തുണി അതിൻ്റെ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ നോർമലി നമ്മളൊരു അനാർക്കലിയുടെ യോക്ക് പാർട്ടൊക്കെ ചെയ്യുന്ന പോലെ അല്ല ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു റാപ്പ് ഡ്രസ്സിൻ്റെ യോക്ക് പാർട്ട് ഉണ്ടല്ലോ, അത് ചെയ്യുന്ന പോലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ നേരിട്ട് തുണിയിലേക്ക് വെട്ടിക്കൊടുക്കുന്നതിന് പകരം ഞാനൊരു ന്യൂസ് പേപ്പറിനകത്താണ് ഇത് ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചൊക്കെ എടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ തുണിയിലേക്ക് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക, ഇതുപോലെ 2ആയിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ടേപ്പ് വെച്ചിട്ട് ഞാൻ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ ലെങ്ത്ത് ഞാനൊരു 15 ഇഞ്ച് തയ്യൽ തുമ്പൂടി ചേർത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് പേപ്പറിനകത്ത് പേന കൊണ്ടിട്ട് വരയ്ക്കാം നമുക്ക്. എന്തായാലും ഞാൻ ചോക്ക് കൊണ്ട് വരച്ചിട്ട് അത് നിൽക്കുന്നില്ല. ഇപ്പോൾ 15 ഇഞ്ച് തയ്യൽ തുമ്പൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊന്ന് ഞാൻ നീട്ടി വരച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്ക് വിഡ്ത്ത് ഞാനൊരു 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബാക്ക് പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ആദ്യം ബാക്ക് പാർട്ടിലേക്ക് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഫ്രണ്ടിലേക്ക് നമുക്ക് ചെയ്തെടുത്താലും മതി. എന്നിട്ട് അതിന് ശേഷം ഞാൻ ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു 5.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ. 5.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ട, ഓൾറെഡി നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതെല്ലാം കൂടി ആയിട്ട് ഒരു 5.5 ഇഞ്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഷോൾഡറിൻ്റെ ആ ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ താഴത്തേക്ക് ഒരു 7 ഇഞ്ച് ഞാൻ ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ,
ഇനി നമുക്ക് ചെസ്റ്റ് നോക്കണം. ചെസ്റ്റ് എനിക്ക് വരുന്നത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 34.5 വരുന്നുണ്ട്. അപ്പോൾ ഞാനതിനെ 35 എടുത്തു. 35നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 35നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.25 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 8.25 അടയാളപ്പെടുത്തി. അതിനുശേഷം ഒരു 2 ഇഞ്ച് ഞാൻ സീം അലവൻസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 8.25 അടയാളപ്പെടുത്തിയതിന് ശേഷം 2 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വരച്ചെടുക്കാം, ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഡെപ്ത്ത് അതൊരു 1.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു, മുകളിലേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് ഒന്ന് കർവ് ഷേപ്പിന് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ ബ്ലൗസിനായാലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയാലും ചെയ്യുന്നത് പോലൊക്കെ തന്നെ കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എന്നിട്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ ഞാൻ തുണി വെട്ടുന്ന കത്രിക കൊണ്ടാണ് ആദ്യം വെട്ടിയത്. എന്നിട്ട് പിന്നെ വന്ന് മറ്റേ കത്രിക കൊണ്ടാണ് കേട്ടോ വെട്ടുന്നത്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തുണി വെട്ടുന്ന കത്രിക കൊണ്ട് പേപ്പർ വെട്ടിയാൽ നമ്മുടെ മൂർച്ച കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പേപ്പറൊക്കെ വെട്ടാൻ ഒരു പഴയ കത്രികയൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് നല്ല രീതിക്ക് ഒന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്ക് പാർട്ടാണ് കേട്ടോ. ഇനി നെക്കൊക്കെ നമുക്ക് പിന്നീട് അടയാളപ്പെടുത്തി കട്ട് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ മതി. ഇനിയിപ്പോൾ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് നമുക്കിതുപോലെ 2 എണ്ണം കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 2 എണ്ണം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ വച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റത്തൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഫ്രണ്ടിലേക്ക് 2 എണ്ണം, ബാക്കിലേക്ക് 1 എണ്ണം, അങ്ങനെ 3 എണ്ണം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഈ 3 എണ്ണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. എൻ്റെ അതായത് സാരിക്ക് ഫ്രണ്ടും ബാക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിവിടെ 1 എണ്ണത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. നിങ്ങളിവിടെ ഫ്രണ്ടും ബാക്കും ഉള്ള തുണിയുണ്ടല്ലോ, നല്ല വശവും ചീത്ത വശവും ഉള്ള തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ 2 എണ്ണം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഈ 2 എണ്ണത്തിലും ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് ഇത് 1 എണ്ണം എടുക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ എത്രയാണ് അടയാളപ്പെടുത്തിയത്, 2.5 ഇഞ്ചല്ലേ, അത് 2 സൈഡിലും 2.5 ഇഞ്ച് വീതം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നടുക്ക് നമുക്കൊരു 6 ഇഞ്ച് കിട്ടും. അതായത് നെക്ക് വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ചല്ലേ മടക്കി വെച്ചെടുത്തപ്പോൾ 3 ഇഞ്ചാണ് വന്നത്. അപ്പോൾ അതിങ്ങനെ നിവർത്തിയിട്ടപ്പോൾ അത് നടുക്ക് 6 ഇഞ്ച് വരുന്നുണ്ട്. ബാക്കി 2.5 ഇഞ്ച് വീതം അപ്പുറത്തും ഇപ്പുറത്തും മടക്കിയെടുക്കുക, അടയാളപ്പെടുത്തി എടുക്കുക. ഓക്കെ. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് നമുക്കൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ബെൻഡ് ചെയ്തിട്ട്, അതായത് ഒന്ന് ഇച്ചിരി ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടല്ല വരയ്ക്കുന്നത്, ഞാൻ കുറച്ചൊരു ഉള്ളിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പം ഞാനിത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള യോക്ക് പാർട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭാഗം മാത്രമേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തുള്ളൂ. ഇനി അടുത്ത ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പാർട്ട് ഞാനെടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് നേരെ തിരിച്ചിടണം. ഇങ്ങനെ തിരിച്ചിടുക. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ നേരെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 പീസ് കൂടി ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒന്നിന് പുറത്ത് ഒന്നായിട്ടിങ്ങനെ വരും കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ടിലത്തെ ഈ ഒരു ഭാഗത്ത് നെക്കൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ നെക്ക് ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കണം. അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ അംബ്രല്ല വെട്ടിയെടുത്തല്ലോ, അതിൻ്റെ ഒരു ബാലൻസ് പീസാണിത്. അപ്പോൾ
ഈ തുണിക്കകത്താണ് ഞാനിതിൻ്റെ യോക്ക് പാർട്ടൊക്കെ വെട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വെട്ടി വെച്ചിരുന്ന ആ ഒരു പേപ്പർ കഷ്ണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് ഇതിപ്പോൾ വെട്ടിയെടുക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം ബാക്ക് പാർട്ടാണ് വെട്ടുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക് പാർട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ മുട്ടുപിൻ കൊണ്ടിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഞാനിപ്പോൾ വെക്കുന്നില്ല. എന്നിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരെണ്ണമാണ് ഈ പേപ്പറിൽ വെട്ടിയതിൻ്റെ ഒരെണ്ണം മാത്രമേ വെക്കുന്നുള്ളൂ. ഈ തുണിക്ക് ഫ്രണ്ടോ ബാക്ക് അങ്ങനെ നല്ല വശം ചീത്ത വശം അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരെണ്ണം വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ രണ്ട് ഭാഗത്തേക്കും നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടാണ് ഈ ഒരു ഇത് വച്ചിരിക്കുന്നത് കേട്ടോ, ഈ പേപ്പർ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ്സ് ഒന്നും കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. സ്ലീവ്സിൻ്റെ ലെങ്തൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റിച്ചിങ് ആയിട്ട് കാണാം. ബൈ.